ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാം പ്രിലിമിനറി എക്സാം നടന്നു. 2025-26 പ്രിലിമിനറി എക്സാം നടന്നതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലിയർ കണ്ട് ആരും ഒന്നും കരുതണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് ഫോട്ടോ ആയിട്ട് കിട്ടിയത്. നല്ല ക്ലിയറുള്ള ഫോട്ടോ കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വെച്ച് ചെയ്യുന്നത്. ഉപകാരപ്പെടുത്താം. അപ്പോൾ അത് ഞാൻ വോയിസ് വെച്ച് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ടും നിരോധിച്ചവ ഒഴിവാക്കിയും ജീവിക്കലാണ് എന്താണ്? അതാണ് തഖ്വ. തഖ്വയുള്ള ജീവിതം. അവിടെ തഖ്വ എന്നതാണ് ശരിയായത്. അടുത്തതാ, അന്ത തത്ലൗ ബൈനന എന്ന് തുടങ്ങുന്ന കവിതയിലെ വിഷയം എന്തിനെ കുറിച്ചിട്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ്. അടുത്തത് എന്താണ്? 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായ സ്ഥലം ഏതാണ്? കൂഫയിലാണ് അലി റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായത്. അടുത്തത്, വിവിധ ജാതി മതത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ ജീവിക്കൽ എന്താണ്? ബഹുസ്വരതയാണത്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്തതാ, വക്കുന്ന തൊറായിക്ക കിദദ ആരുടെ വാക്കായിട്ടാണ് ഖുർആനിൽ ഈ വചനം വന്നത്? ആരുടെ വാക്കായിട്ടാണ്? ജിന്നുകളുടെ വാക്കാണത്. അടുത്തത്, തൊറാബുൽസ് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ട്രിപ്പോളി എന്നാണ്. അപ്പോൾ അത് അടയാളപ്പെടുത്താം. അടുത്തതാ, ഇൽമുൽ അഖ്ലാഖ് എന്താണ്? ആത്മസംസ്കരണമാണ്. ഇൽമുൽ അഖ്ലാഖ് ആത്മസംസ്കരണമാണ്. അടുത്തതാ, ഇതുപോലെ ഇൽമുൽ ഫിഖ് അത് കർമ്മശാസ്ത്രം. ഇൽമുൽ അക്കായിദ അത് വിശ്വാസ കാര്യങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. പേർഷ്യയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പിടിച്ചെടുത്ത 2 രാജ്യങ്ങൾ ഏതാണ്? സിറിയ, ഫലസ്തീൻ. അതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പിടിച്ചെടുത്ത 2 രാജ്യങ്ങൾ. അടുത്തത്, ഈമാൻ എന്താണ് ഈമാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ച കാര്യങ്ങൾ അംഗീകരിക്കലാണ്. അതാണ് ഈമാൻ. അടുത്തത്, ഇസ്ലാം പലിശ ഹറാമാക്കിയതിൻ്റെ കാരണങ്ങളിൽ പെടാത്തത് എന്താണ്? അന്യരുടെ ധനം അർഹതയില്ലാതെ നേടുക. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ ഹറാമാക്കിയതിൻ്റെ കാരണം. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് AD 571. AD 571. അപ്പോൾ ജനിച്ച ദിവസം തിങ്കളാഴ്ച, സമയം സുബ്ഹിയോ പുലരിയോടടുത്ത സമയം, അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. അടുത്തത് എന്താണ്? ഹോളിഡേയുടെ അറബി പരിഭാഷ. ഹോളിഡേൻ്റെ അറബി ഭാഷയാണ് എന്താണ്? യൗമുൽ ഉത്തുലത്ത്. ഇന്ന് അവധി ദിവസമാണ് യൗമുൽ ഉത്തുലത്ത്. അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. ഈ ആശയമുള്ള സിഫത്താണ് എന്താണ്? അൽ ഖിയാമു ബിൻ നഫ്സി സ്വയം നിലനിൽക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് 20 സിഫത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ആശയം വരുന്ന ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. വഹ്ദാനിയത്ത് ഏകത്താണ്, അള്ളാഹു ഒരുവനാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ആശയമുള്ളതെന്ന് ചോദിച്ചാൽ വഹ്ദാനിയത്ത്. അതുപോലെ മനസ്സിലാക്കാൻ കഴിയണം 20 സിഫത്തുകളും. അടുത്തത്, ഇഖ്ലാസിൻ്റെ വിപരീത സ്വഭാവം. ഇഖ്ലാസ് തന്നെ ആത്മാർത്ഥത, അതിൻ്റെ വിപരീതമാണ് റിയാ, കാപട്യം നിറഞ്ഞതാവുക. അടുത്തത്, ഏറ്റവും കുറഞ്ഞ കാലം ഭരണം നടത്തിയ ഖലീഫ ആരായിരുന്നു? ഏറ്റവും കുറഞ്ഞ കാലം ഭരണം നടത്തിയ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. 12 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 2 വർഷവും 3 മാസവുമാണ്. 2 വർഷവും 3 മാസവുമാണ്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷവും 6 മാസവും. അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവുമായിരുന്നു.
അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കണം നമ്മൾ അടുത്ത എക്സാമിലേക്ക്. അടുത്തത് എന്താണ്? 3 എണ്ണം നാശകാരികളാണ്, സലാസ് മുഹലിക്കാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ്. അവിടെ നമ്മൾ ദേഹേച്ഛയെ അനുകരിക്കുക, ഉൾനാട്യം, പിശുക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കാപഡ്യാണ് അതിൽ പെടാത്തത്, കാപഡ്യം. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് തഫ്സീർ. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് തഫ്സീർ. അടുത്തതെന്താണ്? മദ്ദുൽ മുൻഫസിൽ ഏതാണെന്ന്. മദ്ദക്ഷരവും അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നത് ഇവിടെ ലാ ഉഖ്സിമു എന്ന ഉദാഹരണമാണ്. അപ്പോൾ അത് മദ്ദക്ഷരം അടുത്ത കലിമത്തിന് ഹംസ വന്ന ഉദാഹരണം ഉണ്ടോ നോക്കാം നമുക്ക് അടുത്ത എക്സാമിലേക്കൊക്കെ വരുമ്പം. അടുത്തത് നാവിൻ്റെ അരികും മേലെ അണപ്പല്ലുകളും ചേർന്നുണ്ടാകുന്ന അക്ഷരം മഹ്റജ് ഏതാണെന്നതാണ്. അവിടെ ലോദാണ്. ലോദ്. നാവിൻ്റെ അരികും മേലെ അണപ്പല്ലും ലോദ്. അപ്പോൾ അതുപോലെ അക്ഷരങ്ങൾ മഹ്റജൊക്കെ മനസ്സിലാക്കി പഠിക്കണം. നമുക്കിതുവരെ വേറെ അക്ഷരം വരാം. അടുത്തത് എന്താണ്? അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാതിരിക്കുന്ന സ്ഥിതിക്കാണ് എന്ത് പറയുക? നമ്മൾ തഫീം തർക്കീക്ക് അണ്ണാക്കിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് തഫീം ഉണ്ടാകുന്നത്. അത് ഇസ്തിലായിൻ്റെ അക്ഷരങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് തർക്കീക്കിന്. അപ്പോൾ അതാ അണ്ണാക്കിലേക്ക് ഉയരാതിരിക്കുന്ന സ്ഥിതി. അപ്പോൾ അവിടെ ഇസ്തിഫാല് എന്നത് മനസ്സിലാക്കണം. ഇസ്തിലാഹ് തഫീമും ഇസ്തിഫാല് തർക്കീക്കുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കാറ്റോട് കൂടി വരുന്നത്, മുഴക്കത്തോടു കൂടി വരുന്ന ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒക്കെ അതുപോലെ ചോദ്യം വരാൻ മനസ്സിലാക്കുക. അടുത്തത് യാസീൻ സൂറത്തിലെ വമാ അൻസൽനാ അലാ ഖൗമിഹി എന്ന ആയത്ത് കൊണ്ട് ആരംഭിക്കുന്ന ജുസ് എത്രാമത്തതാണെന്നാണ്. യാസീനിലുള്ള ജുസ് 23 23ാമത്തെ ജുസ് ആണ് യാസീൻ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കട്ടോ. പിന്നെന്താണ്? നമുക്ക് യാസീൻ്റെ മുമ്പത്തെ സൂറത്ത് ഏത്, യാസീൻ്റെ ശേഷമുള്ള സൂറത്ത് ഏത്, തബാറക്ക് എത്രാമത്തെ ജുസ് ആണ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഖുർആനുമായിട്ട് നല്ല പരിചയം വേണം ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ. ആയത്തുൽ കുർസി എത്രാമത്തെ ആയത്താണ്, ആമന റസൂല്, ഷഹിദല്ലാഹു ഒക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തതെന്താണ്? ഹദ്ദാദ് റാത്തീബിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുള്ള സൂറത്ത്. ഹദ്ദാദ് റാത്തീബിൻ്റെ തുടക്കത്തിൽ സൂറത്തുൽ ബഖറയിൽ നിന്നാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് മരണമില്ലാതെ ഭൂമിയിൽ കഴിയുന്ന നബി ആരാണ്? ഖളിർ അലൈഹിസ്സലാമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നമുക്ക് മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും ഖളിർ അലൈഹി ഇസ്ലാമിൻ്റെയും ഒരു ചരിത്രം പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതിനാസ്പദമാക്കിയിട്ട് വന്ന ഒരു ചോദ്യമാണ്. അടുത്തതെന്താണ്? ചെയ്താൽ ശിക്ഷയോ കൂലിയോ ലഭിക്കാത്ത കർമ്മം. ചെയ്താൽ ശിക്ഷയോ കൂലിയോ ലഭിക്കാത്ത കർമ്മമാണ് എന്താണ്? മുബാഹ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. അതിന് ഹലാല് എന്നും മറ്റൊരു പേരുണ്ട് മുബാഹിന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? സഈ ഏത് ഇബാദത്തിൻ്റെ ഭാഗമാണ്? സഈ ഏത് ഇബാദത്തിലാണ്? ഹജ്ജ്, ഉംറ. ഹജ്ജിലും ഉംറയിലുമാണ്. അപ്പോൾ ഇവിടെ ഹജ്ജാണ് ഉള്ളത്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതെന്താണ്? തയമ്മുമിൻ്റെ വിഷയത്തിൽ ഒരേ ഇനത്തിൽ പെടാത്തത്. തയമ്മുമിൻ്റെ വിഷയത്തിൽ ഒരേ ഇനത്തിൽ പെടാത്തത് മണ്ണ് ശുദ്ധിയുള്ളതാവുക, മണ്ണ് പൊടിയുള്ളതാവുക, പൊടിമണ്ണായിരിക്കുക, പിന്നെന്താണ്? മണ്ണ് അടിച്ചെടുക്കുക ഒക്കെ തയമ്മുമിൻ്റെ വിഷയത്തിൽ പറഞ്ഞതാണ്. പിന്നെ മണ്ണ് 2 പ്രാവശ്യമായി എടുക്കുക. അപ്പോൾ ഇവിടെ ഒരേ ഇനത്തിൽ പെടാത്തത് പറയുന്നത് മണ്ണ് അടിച്ചെടുക്കുക എന്നതാണ്. അത് തയമ്മുമിൻ്റെ ഫർളാണ്. മറ്റേത് 3 തയമ്മുമിൻ്റെ ഷർത്തിൽ പെട്ടതാണ്. ആണ് ഒരേ ഇനത്തിൽ പെടാത്തത്. ഷർത്തും ഫർളും ആണ് ഇവിടെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാണ് നജസിൻ്റെ സൂക്ഷ്മ കണികകൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടും. അതായത് ഒഫുള്ള നജസിൽ പെടും. കാണാൻ കഴിയാത്ത അതെപ്പോഴാണ്? എല്ലാ അവസരത്തിലും നജസിൻ്റെ സൂക്ഷ്മ കണികൾക്ക് അഫുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. അത് എല്ലാ അവസരത്തിലും എന്നതാണ് അവിടെ ശരി. ഭക്ഷണത്തിലും വെള്ളത്തിലും നിസ്കാരത്തിലാണെങ്കിലും ഒക്കെ അത് അഫുണ്ട്. അപ്പോൾ അവിടെ എല്ലാ അവസരത്തിലും ഉള്ളതെന്ന് ടിക്ക് ചെയ്യണം. അടുത്തത് അള്ളാഹു കോപിക്കും ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആരോടാണ്? ദുആ ചെയ്യാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. ദുആ ചെയ്യാത്തവരോട് അള്ളാഹുവിന് ദേഷ്യമാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യാം. അടുത്ത അഭിമുഖ സംഭാഷണമാണ് എന്നർത്ഥം. അഭിമുഖ സംഭാഷണം അത് നിസ്കാരമാണ്.
അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് എന്ത്? മുനാജാത്ത്. മുനാജാത്ത് എന്നതാണ് അവിടെ ശരിയിടേണ്ടത്. അള്ളാഹുവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം, നിസ്കാരം. അവിടെ മുനാജാത്ത് എന്നത് നമുക്ക് ടിക്ക് ചെയ്യണം. അടുത്തത് എന്താണ്? മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവൻ സുജൂദും റുക്കുവും ചെയ്യണം. എങ്ങനെയാണ്? തല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. തല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടാണ്. അപ്പോൾ എന്താണ്? കണ്ണുകൊണ്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ മനസ്സിൽ കൊണ്ടുവരലാണ്. അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് ഓപ്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം ശരിയാക്കാൻ. അടുത്തത് എന്താണ്? ഇനി അടുത്തത് ജനറലായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 31ാമത്തത് ഐ വെൻറ്റ് ഡാഷ് പ്ലേ ഡാഷ് മൈ ഫ്രണ്ട്. അപ്പോൾ എന്താണ്? ഐ വെൻറ്റ് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ അവിടെ ടു വിത്ത് അത് ചേർത്ത് കൊടുക്കുക. അടുത്തെന്താണ്? വൺ ഹൂ സ്റ്റാൻഡ് ടു ഷെയർ ആൻഡ് കെയർ ഓഫ് യു വൺ ഹൂസ് പ്രെയർ ഈസ് യുവർ ട്രിയംബ് ആൻഡ് വെൽഫെയർ. ഹൂ ഈസ് ദാറ്റ്? എന്താണ്? അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അതിൻ്റെ മീനിങ് ഒന്ന് പറയാം. നിങ്ങളെ പങ്കുവെക്കാനും പരിപാലിക്കാനും നിങ്ങളുടെ വിജയവും നിങ്ങളുടെ ക്ഷേമവും പ്രാർത്ഥനയും വിജയവും ഒക്കെ പങ്കുവെക്കുന്ന ആരാണ് എന്നാണ്. അപ്പോൾ അവിടെ ഫ്രണ്ട് എന്നതാണ് അവിടെ ശരി. അടുത്തത് എന്താണ്? കംപ്ലീറ്റ് ദ വേർഡ്. അവിടെ എന്താണ്? അപ്പോൾ അവിടെ കംപ്ലീറ്റ് ദ വേർഡ്സ് അവിടെ നമുക്ക് സ്പെല്ലിങ് വിട്ടിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ഓപ്ഷൻ എയിലെ യുവും ഇയും ചേർത്ത് കൊടുക്കുക. സ്ക്യൂഗിൾ, SQUIGGLE സ്ക്യൂഗിൾ. അപ്പോൾ അതാണ് അവിടെയൊക്കെ എഴുതുന്നുണ്ട്. അടുത്ത എന്താണ്? അവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ആ ഇമേജ് എന്തിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? എന്തിനെയാണ്? അവിടെ ഫിയർഫുള്ളാണ്, പേടിയെയാണ് അത് ആ ഇമേജ് സൂചിപ്പിക്കുന്നത്, പേടിയെ. അടുത്തത് ഐ ഡാഷ് എ ഡോക്യുമെൻ്ററി ലാസ്റ്റ് ഈവനിങ്. അപ്പോൾ അവിടെ എന്താണ് യോജിച്ചത്? അപ്പോൾ അവിടെ ഐ സോ എ ഡോക്യുമെൻ്ററി ലാസ്റ്റ് ഈവനിങ് എന്നതാണ് യോജിപ്പിച്ച് പൂർത്തിയാക്കേണ്ടത്. ഞാൻ ഇന്നലെ ഒരു ഡോക്യുമെൻ്ററി കണ്ടു എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തെന്താണ്? ഹി ഹാസ് ബീൻ ഡാഷ് സീൻസ് 12 o'clock. എന്താണ്? ഹി ഹാസ് ബീൻ ഡാഷ് സീൻസ് 12 o'clock. അപ്പോൾ അവിടെ യോജിച്ചത് വർക്കിംഗ് എന്നാണ്. അവൻ 12 മണി മുതൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നതാണ് അവിടെ വർക്കിംഗ് എന്നതാണ്. അടുത്തത് ഒരു സംഖ്യയിൽ വലത്തോട്ട് നീങ്ങും തോറും അക്കങ്ങളുടെ സ്ഥാനങ്ങൾ. ഒരു സംഖ്യയിൽ വലത്തോട്ട് നീങ്ങും തോറും അക്കങ്ങളുടെ സ്ഥാനങ്ങൾ എന്താണ്? 10 മടങ്ങ് ചെറുതാകും. സംഖ്യയിൽ വലത്തോട്ട് നീങ്ങും തോറും സംഖ്യയുടെ അക്കങ്ങളുടെ സ്ഥാനം 10 മടങ്ങ് ചെറുതാകും. അടുത്തത് 1 മില്യൺ എന്നത് അക്കത്തിൽ എഴുതണം. അപ്പോൾ 1 മില്യൺ എന്നതിൽ എത്ര പൂജ്യം വരും? 1 എഴുതുക, 6 പൂജ്യങ്ങൾ ഇടുക. 1 മില്യൺ എന്നതിൽ 6 പൂജ്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താ? അടുത്തത് 10 × 6 9 × 6. അതിൻ്റെ ഷോർട്ട്സ് ഫോം ഓഫ് ദിസ് ഈസ്. അതിൻ്റെ ഷോർട്ട്സ് ഫോം ഏതാണെന്നാണ്. അതിൻ്റെ ഷോർട്ട് ഫോം 19 × 6. 19 × 6 അതായത് 10 + 9 അടുത്ത 9 കൂടി. അപ്പോൾ 19 പിന്നെ × 6 അതാണ്. അത് നമുക്ക് പെട്ടെന്ന് ഇൻറ്റു ചെയ്യാനുള്ള ഒരു ഷോർട്ട് ഫോമാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് 70/2. അപ്പോൾ അതിൻ്റെ ആൻസറിനെ 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 0 തന്നെയാണ് ആൻസർ വരിക. എന്നിട്ട് അതിലേക്ക് +2 ആഡ് ചെയ്താൽ ആൻസർ 2 വരിക. ഓക്കെ, മനസ്സിലാക്കണം. 70ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 35. 35 × 0 0 +2 ആൻസർ മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് 1/6 × 6. എന്താണ് അവിടെ? 1 അതിൻ്റെ ആൻസർ വരുന്നത്. 1/6 × 6 1 ആൻസർ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തത് ക്ലാസ് പരീക്ഷയിൽ മികച്ച മാർക്ക് കിട്ടിയ 8 കുട്ടികൾക്ക് ടീച്ചർ ഒരു മിഠായി പാക്കറ്റ് പൊട്ടിച്ച് തുല്യമായി വീതിച്ച് നൽകി. ഓരോരുത്തർക്കും 9 എണ്ണം വീതം കിട്ടി. 6 എണ്ണം ബാക്കിയായി. എങ്കിൽ പാക്കറ്റിൽ എത്ര മിഠായി ഉണ്ടായിരുന്നു? എന്ത് ചെയ്യാം നമുക്ക്? 8 × 9 8 × 9
ആൻസർ കിട്ടും. എത്ര? 72 കിട്ടും. ബാക്കി 6 മിഠായി ഉണ്ട്, അത് അതിനോട് പ്ലസ്സും ചെയ്യാം. അപ്പോൾ 72 6 78. അപ്പോൾ അവിടെ ഒരു പാക്കറ്റ് മിഠായിയിൽ 78 മിഠായികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കി ടിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം കണ്ടെത്താനുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് തന്നെ വരണം എന്നില്ല, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നാടൻ ജലാശയങ്ങളിൽ ആഫ്രിക്കൻ മുഷി എന്ന മത്സ്യത്തെ വളർത്തിയാൽ എന്ത് സംഭവിക്കും? നാടൻ ജലാശയങ്ങളിൽ ആഫ്രിക്കൻ മുഷി എന്ന മത്സ്യത്തെ വളർത്തിയാൽ നാടൻ മത്സ്യം കുറയും, നാടൻ മത്സ്യസമ്പത്ത് കുറയും, അതാണ് സംഭവിക്കുക. അപ്പോൾ അവിടെ നാടൻ മത്സ്യസമ്പത്ത് കുറയും എന്നത് ശരിയുത്തരം മനസ്സിലാക്കണം. അടുത്തത്, ചില ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറമാണ്, അതിന് കാരണമായ വർണ്ണകമേത്? ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ് അതിന് കാരണം. അടുത്തത്, പൂർണ്ണ പരാദത്തിന് ഉദാഹരണം റഫ്ലീഷ്യ. പൂർണ്ണ പരാദത്തിന് ഉദാഹരണം റഫ്ലീഷ്യ എന്നതാണ് അവിടെ ശരിയുത്തരം. അടുത്ത, പുല്ല്, മാൻ, കടുവ ഇവ ആഹാര ശൃംഖലാ ജാലകത്തിൽ കടുവകളുടെ എണ്ണം വലിയ രീതിയിൽ കുറഞ്ഞാൽ എന്തു സംഭവിക്കും? എന്താണ് സംഭവിക്കുക? മാനുകൾ വർദ്ധിക്കും. അതായത് പുല്ല്, മാൻ, കടുവ മാനിനെ ഭക്ഷിക്കുന്നു, മാന് പുല്ല് ഭക്ഷിക്കുന്നു എന്ന ആഹാര ശൃംഖല ജാലകമാണ് അവിടെ. അതിൽ കടുവകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിക്കും? മാനുകളുടെ എണ്ണം വർദ്ധിക്കും. അതായത് കടുവ മാനുകളെ ഭക്ഷിക്കുന്നത് കുറഞ്ഞാൽ മാനുകളുടെ എണ്ണം വർദ്ധിക്കും. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് എന്താണ്? താഴെയുള്ളതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ്. അവിടെ എല്ലാ ബാക്ടീരിയകളും രോഗകാരികളാണ്. നമുക്ക് ഉപകാരികളായ ബാക്ടീരിയകളുമുണ്ട്. ഫംഗസുകൾ തീർത്തും മനുഷ്യന് ദ്രോഹം ചെയ്യുന്നു. റൊട്ടിയിൽ പൂപ്പലുണ്ടാക്കുന്ന സാധാരണയായ വൈറസുകളാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന നമുക്ക് ഉപകാരികളായ ബാക്ടീരിയകളുമുണ്ട് എന്നതാണ് അവിടെ ശരിയായ പ്രസ്താവന, മനസ്സിലാക്കുക. അടുത്തത്, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7 ജൂൺ 7. അടുത്തത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ശിശുമരണം നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? പോഷകാഹാരക്കുറവാണ്. ശിശുമരണം നടക്കുന്നതിൻ്റെ മുഖ്യ കാരണം പോഷകാഹാരക്കുറവാണ്. അടുത്തത്, 1905 ആഗസ്റ്റ് 7 പ്രസക്തി എന്താണ്? 1905 ആഗസ്റ്റ് 7 പ്രസക്തി എന്താണ്? അന്നത്തെ പ്രസക്തി? ആഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് 1905 ആഗസ്റ്റ് 7 അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ 5ാം ക്ലാസ്സിൻ്റെ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. അടുത്ത മെയിൻ എക്സാമിലേക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെ വന്നത് എന്നതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ കുറവുണ്ട്, അപ്പോൾ ക്ഷമിക്കുക. നമുക്ക് ക്ലിയറുള്ള ഒരു ഫോട്ടോ കിട്ടാത്തതിൻ്റെ കാരണമാണ്. മറ്റ് ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തെന്നാൽ നമുക്കിതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.